ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വനിതാക്കൾക്കായി ഈ സർക്കാർ പ്രഖ്യാപിച്ചിരുന്ന സൗജന്യ യാത്ര KSRTCയിലുള്ളത് ഉദ്ഘാടനം ചെയ്തുകൊണ്ടിട്ട വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. സർക്കാർ അധികാരത്തിൽ എത്തിയിട്ട് ഒരു മാസം തികയുന്നത് 18-ാം തീയതി. അതിനു മുൻപ് ജനങ്ങൾക്ക് നൽകിയ ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനം പാലിക്കാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി പ്രഖ്യാപിച്ച സ്ത്രീകൾക്ക് ട്രാൻസ്പോർട്ട് ബസ്സിലെ സൗജന്യ യാത്രയുടെ 1-ാം ഘട്ടമാണെന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ഞാൻ പറയുന്നു, ഈ പദ്ധതി ഈ സംസ്ഥാനത്തെ സർക്കാരിന് കേരളത്തിലെ സ്ത്രീകളോടുള്ള ആദരവായി നിങ്ങൾ കാണുന്നു. ആദരവാ. സ്ത്രീകളെ ബഹുമാനിക്കാൻ ഒരു സമൂഹം പഠിക്കണമെന്നുള്ളൊരു സന്ദേശം കൂടിയാണ്. ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടി നമ്മുടെ അമ്മമാരെ, സഹോദരിമാരെ അവരെ കാണണം. ആ ആദരവാണ് ഈ സംസ്ഥാന സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പ്രഖ്യാപിച്ച് നടപ്പാക്കുന്ന ആദ്യത്തെ പദ്ധതി കേരളത്തിലെ സ്ത്രീകളോടുള്ള നമ്മുടെ എല്ലാവരുടെയും കേരളത്തിലെ ജനങ്ങളുടെ ആദരവായി കണക്കാക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു സന്തോഷം കൂടി, ആദ്യം ഈ ബസ് യാത്ര ചെയ്യുമ്പോൾ ഇതിലെ ഡ്രൈവറും കണ്ടക്ടറും വനിതകളാണ്. മാത്രമല്ല, ഗതാഗത വകുപ്പിൽ ഒരു വനിതയാണ് സെക്രട്ടറി. ചുമതലയേറ്റ ഒരു വനിതാ സെക്രട്ടറി ആദ്യം ഉത്തരവിടുന്നതാണ്. നിറഞ്ഞ അഭിമാനത്തോടുകൂടി, നിറയുന്ന കണ്ണുകളോടുകൂടി ഞാൻ ഈ പ്രിയദർശിനി പദ്ധതി കേരളത്തിലെ സ്ത്രീകൾക്കായി സമർപ്പിക്കും. ഏതായാലും ഇന്ന് ആരംഭിച്ച KSRTCയിലുള്ള സ്ത്രീകളുടെ സൗജന്യ യാത്രയോട് അനുബന്ധിച്ച് ഇന്ന് രാവിലെ മുതൽ പ്രതിഷേധങ്ങളും കുറ്റപ്പെടുത്തലുകളും സോഷ്യൽ മീഡിയയിലും അല്ല നേരിട്ട് നിരത്തുകളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഈ സർക്കാർ ജയിക്കാൻ വേണ്ടി പ്രഖ്യാപിച്ച പണിയാണ് എന്ന് പറഞ്ഞാണ് ഇപ്പോൾ ഈ പ്രക്ഷോഭം നടത്തുന്നവരൊക്കെ പറയുന്ന ഒരു കാര്യം. തന്നെയല്ല, പ്രതിപക്ഷം ജനങ്ങളെ കളിപ്പിച്ചു എന്ന് പറഞ്ഞ് ഓരോന്നും നിർത്തുകയാണ്. മെയിനായിട്ടുള്ള പരാതി ആവശ്യത്തിന് ബസ്സില്ല. രണ്ടാമത്തെ പരാതി, സാധാരണ ഓർഡിനറി സർവീസുകളെല്ലാം ഇന്നലെ രാത്രി കൊണ്ട് സിറ്റി ഫാസ്റ്റ് എന്ന പേരിലാക്കിയാണ് ഇന്ന് രാവിലെ നിരത്തിലിറങ്ങുന്നതെന്നും സാധാരണ ഓർഡിനറി ബസ്സുകളൊന്നും ഇന്ന് കാണാനില്ലെന്നുമാണ് പൊതുവെയുള്ള പരാതികൾ. തന്നെയുമല്ല, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഓരോ വീഡിയോകളിലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിരിയാണ് വരുന്നത്. ഓരോ പെണ്ണുങ്ങൾ കയറിയിട്ട് സർക്കാർ ഫ്രീ പറഞ്ഞതല്ലേ, എന്തുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഈ വണ്ടിയിലേ പോകൂ എന്ന് പറഞ്ഞ് സൂപ്പർ ഫാസ്റ്റുകളിലും ഒക്കെ കയറി തർക്കിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണുമ്പോൾ ഞാനൊന്ന് ചോദിച്ചുകൊള്ളേ, വെറുതെ സർക്കാർ നിങ്ങൾക്കൊക്കെ വണ്ടിയെ കയറി പോകാം എന്ന ഒരു നല്ല പ്രഖ്യാപനം നടത്തിയപ്പോഴും അതിൻ്റെ തെറ്റുകളും കുറ്റങ്ങളും എന്താണെന്ന് കണ്ടുപിടിക്കുകയാണ് മെയിനായിട്ട് പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും BJP ആയാലും ആരായാലും കൊള്ളാം. ജനങ്ങൾക്കൊരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കുറ്റം എന്താണെന്ന് ആദ്യം കണ്ടുപിടിക്കുന്ന മാധ്യമങ്ങളും പിന്നെ പ്രതിപക്ഷവും കുറേ മനുഷ്യരും. ഇന്ന് വൈകുന്നേരം അന്തിച്ചർച്ച ഉൾപ്പെടെ ഒരാഴ്ചത്തേക്കുള്ള ഫുഡിനുള്ള വകയായി എന്ന് ചുരുക്കം. സർക്കാർ പ്രഖ്യാപിച്ച സൗജന്യ യാത്രാ പദ്ധതി എന്തും വേണ്ട റിസ്ക് എടുത്താണ് ചെയ്യുന്നതെന്ന് നമ്മുടെ മുഖ്യമന്ത്രി ഇതിനു മുമ്പ് തന്നെ പറഞ്ഞു. അതിനു മുമ്പ് KSRTC 10-20 കൊല്ലമായിട്ടുള്ള ഗതികേടിനെക്കുറിച്ചും കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം. എന്നിട്ടും ആ നിശ്ചയദാർഢ്യം കൊണ്ടും രണ്ടാമത് ജനങ്ങളോടുള്ള വാക്കുപാലിക്കാനുള്ളത് കൊണ്ടും ഇനി എന്തൊക്കെ പറഞ്ഞാലും ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബസ്സിൽ കയറാൻ കിട്ടിയ ഒരു അവസരം, അതിനെപ്പറ്റിയുള്ള കുറ്റപ്പെടുത്തലുകളാണ് ആദ്യം വരുന്നത്. ഒരു നല്ല വാക്ക് പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ കുറ്റപ്പെടുത്തലുകൾ പറയുകയാണെങ്കിൽ ഒരു സമാധാനം ഉണ്ടാകുമായിരുന്നു. ഏതായാലും രാവിലെ തൊട്ട് സോഷ്യൽ മീഡിയയിലും മറ്റുള്ള മാധ്യമങ്ങളിലും കാണുന്നത് VD സതീശൻ ഏതോ പാപം ചെയ്ത മാതിരിയാണ്. അപ്പോൾ ഈ സൗജന്യ യാത്രയുടെ ചില നിബന്ധനകളും ഞാൻ ഇതോടൊപ്പം വെക്കുന്നു. ഈ സിറ്റി ബസ്സിൽ കയറുന്ന സാധാരണക്കാരായ ആളുകൾ, സ്ത്രീകൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പം അതുകൂടെ കണ്ട് ഈ വീഡിയോ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഇന്ന് മുതൽ തുടങ്ങുന്ന സൗജന്യ യാത്രയുടെ ഒരു വിശദവിവരം. KSRTC ബസ് സൗജന്യ യാത്ര യാത്രക്കാരുടെ അറിവിലേക്ക്. സൗജന്യ ടിക്കറ്റ് ജൂൺ 15 രാവിലെ 9 മണിക്ക് ശേഷം മാത്രം. സാധാരണ ടിക്കറ്റ് എടുക്കുന്നത് പോലെ ഇറങ്ങേണ്ട സ്ഥലം പറഞ്ഞ് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ്
ടിക്കറ്റിലുള്ള സ്ഥലത്തിന് മുൻപോ ശേഷമോ ഇറങ്ങണമെങ്കിൽ കണ്ടക്ടറെ അറിയിക്കണം. നിങ്ങളുടെ കൂടെ 5 മുതൽ 11 വയസ്സ് വരെയുള്ള ആൺകുട്ടികൾക്ക് ഹാഫ് ടിക്കറ്റ് എടുക്കണം. പുരുഷന്മാർ കൂടെ ഉണ്ടെങ്കിൽ ആ കാര്യം പറഞ്ഞ് ടിക്കറ്റ് എടുക്കണം. 6. സൗജന്യ യാത്രയിലും 15 കിലോ വരെ ലഗേജ് സൗജന്യം. 7. സ്ത്രീകൾക്ക് സൗജന്യമുള്ള ഓർഡിനറി ബസ്സുകൾ തിരിച്ചറിയുവാൻ പ്രിയദർശിനി സ്റ്റിക്കർ പതിച്ചിട്ടുണ്ടാകും. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിൽ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാലും ഉടനെ അതിൻ്റെ കുറ്റം കണ്ടുപിടിക്കാനും അതിനെ കീറിമുറിച്ച് നിരീക്ഷിക്കാനും ഉള്ള ജനങ്ങളുടെ ആ കഴിവ് പറയാതിരിക്കാൻ വയ്യ. വെറുതെ കിട്ടിയ ചക്കയ്ക്ക് വരെ കുറ്റം പറയുന്ന കേരളീയ ജനതയെക്കുറിച്ച് ഓർത്ത് വേറെ എന്ത് പറയാൻ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ.